കിച്ചൺ സാഗാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കാരമൽ കസ്റ്റർഡിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. 4 സാധനങ്ങൾ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം മതി ഇതുണ്ടാക്കാനായിട്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ കാരമൽ കസ്റ്റർഡ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് കാരമൽ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണോളം വെള്ളം, വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഷുഗർ പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ ഷുഗർ മെൽറ്റാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത്തിരി സമയം പിടിക്കുന്നൊന്ന് മൊത്തമായിട്ട് മെൽറ്റായിട്ട് വരാനായിട്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതിയായിരിക്കും. ഷുഗർ നന്നായിട്ട് മെൽറ്റായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് തീ നിർത്താം. ഈ ഒരു പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ഇനി ഇത് കാരമലൈസായിട്ട് കിട്ടിക്കോളും. നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇതിനെ ഇനി ഇളക്കിക്കൊണ്ടിരിക്കണം. തീ നിർത്തുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഒരു സമയത്ത് തീ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഇങ്ങനെ ഇളക്കി കൊടുക്കും തോറും ഇതിൻ്റെ കളറ് മാറി മാറി വരുന്നത്. ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പെട്ടെന്ന് തന്നെ ഏത് പാത്രത്തിലാണോ പുഡിംഗ് ഉണ്ടാക്കുന്നത് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പാത്രത്തിലാണ് കാരമൽ കസ്റ്റർഡ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാരമൽ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരമൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിനെ ഏത് പാത്രത്തിലാണോ മാറ്റേണ്ടത് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ പാത്രത്തിൽ ഇരുന്നത് സ്റ്റിക്കി ആയിപ്പോൾ. സ്റ്റിക്കി ആയി കഴിഞ്ഞാൽ ഇതിനെ ഒഴിക്കാനോ സ്പ്രെഡ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. ഇനി വേഗം തന്നെ എല്ലാ സൈഡിലേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചൂടായിട്ടിരിക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ സ്പ്രെഡായിട്ട് പോകും. തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒഴിക്കുന്നിടത്ത് തന്നെ ഇരുന്ന് പോകും. ഇതിപ്പോൾ എല്ലാ സൈഡിലും ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഇങ്ങനെ തന്നെ വെച്ച് ഒന്ന് തണുത്ത് കിട്ടണം. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കസ്റ്റേർഡ് ഉണ്ടാക്കിയിട്ട് എടുക്കാം. 4 മുട്ടയാണ് കസ്റ്റേർഡ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഈ ഒരു ബൗളിലോട്ട് നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ ഷുഗറാണിത്. 6 ടേബിൾ സ്പൂൺ ഞാൻ അളന്നെടുത്തതാണ്. ഇത്രയും തന്നെ മതിയായിരിക്കും. ഇതിൽ കൂടുതൽ പഞ്ചസാര യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര മധുരമായിരിക്കും നമ്മുടെ കാരമൽ കസ്റ്റേർഡിന്. അപ്പോൾ 6 ടേബിൾ സ്പൂൺ അത് ഓർത്തിട്ട് ചെയ്താൽ മതി. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര അലിയുന്ന വരെ ഒന്നും വിസ്ക് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിതിൻ്റെ അകത്തേക്ക് പാലൊഴിക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഏകദേശം ഒന്ന് മിക്സ് ആകുന്നവരെ നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിന്നെ ഒന്ന് മാറ്റി വെക്കാം. കസ്റ്റേർഡ് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു 2 കപ്പ് പാല് ചൂടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സോസ് പാൻ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് ഒരു 2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. പാല് തിളപ്പിക്കുകയൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതിയായിരിക്കും. ചൂടായ ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആവശ്യമുള്ള വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. പാല് നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ഒരു വാനില എസൻസ് ആണ് യൂസ് ചെയ്യുന്നത്. വാനില എസൻസ് 1 ടീസ്പൂണിൽ കൂടുതൽ ഒഴിക്കരുത്. ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു കയ്പ്പ് പോലെ തോന്നും നമുക്ക് പുഡിംഗ് ഉണ്ടാക്കിയിട്ട് കഴിയുമ്പോൾ. 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തീ നിർത്താം. ഇനി ഈ പാല് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എഗ്ഗ് മിക്സിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയായിരിക്കും. ചൂടോടെ തന്നെ ഒഴിക്കാം. ഈ മുട്ട മിക്സിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി തന്നെയാണ് ഒഴിക്കുന്നത്. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി.
ചൂടോടുകൂടി പാൽ ഒഴിക്കുന്നത് കൊണ്ട് മുട്ടയും പാലും എല്ലാം കൂടെ പെട്ടെന്ന് തന്നെ മിക്സായിട്ട് കിട്ടും. പാല് മൊത്തമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെല്ലാം കൂടെ ഒന്ന് ഒഴിച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് എടുത്താൽ മതിയായിരിക്കും. കസ്റ്റേർഡ് അപ്പോൾ റെഡി ആയിട്ടുണ്ട്. കാരമൽ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കസ്റ്റേർഡിനെ ഒന്ന് അരിച്ചെടുക്കണം. എന്തെങ്കിലും പഞ്ചസാരയോ വല്ലതോ മിക്സ് ആകാതെ കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ചൂട് പാൽ ഒഴിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ എല്ലാം നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്നും അങ്ങനെ അരിപ്പയിൽ വന്നിട്ടില്ല. ഇനി ഈ കാരമൽ സെറ്റായിട്ടുള്ള പാത്രത്തിലേക്ക് ഈ കസ്റ്റേർഡ് ഒഴിച്ചു കൊടുക്കണം. ഇത് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. കുറേ നേരമായല്ലോ നമ്മളിപ്പോൾ ഇതിനെ സെറ്റാക്കി വെച്ചിട്ട്. ഇതിലേക്ക് നമുക്ക് കസ്റ്റേർഡ് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു ടിഫിൻ ബോക്സ് ആണ്. ഈ ഒരു അളവിന് കറക്റ്റാണ് ഈ ഒരു ടിഫിൻ ബോക്സിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ. ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ടിഫിൻ ബോക്സിൽ തന്നെയാണ്. ഇനി ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഈ പാത്രത്തിനെ ഇങ്ങനെ അടച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇതിനെ സ്റ്റീം ചെയ്യാനാണ് പോകുന്നത്. സ്റ്റീം ചെയ്യുന്ന സമയത്ത് സ്റ്റീം അടിയിൽ നിന്ന് മുകളിലോട്ട് ചെന്നിട്ട് അടപ്പിൽ തട്ടിയിട്ട് ഇതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അടയ്ക്കുന്നത്. ബേക്ക് ചെയ്യുവാണെങ്കിൽ ഇതുപോലെ ചെയ്യേണ്ട കാര്യമില്ല. സ്റ്റീം ചെയ്യുവാണെങ്കിൽ എപ്പോഴും അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അടയ്ക്കുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം ഇതുപോലൊരു ഫോർക്കോ കമ്പിയോ വല്ലതും വെച്ചിട്ട് 3-4 ഹോൾസ് ഇട്ട് കൊടുക്കണം. പെട്ടെന്ന് ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി സൈഡിലത്തെ എല്ലാം നന്നായിട്ടൊന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം. അതങ്ങനെ ഇളകിയിരിക്കുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല. ഒന്ന് അടഞ്ഞിരുന്നാൽ മാത്രം മതിയായിരിക്കും. ഇനി ഇതിനെ സ്റ്റീം ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടാണ് സ്റ്റീം ചെയ്യാനായിട്ട് പോകുന്നത്. ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആ പ്ലേറ്റ് തിരിച്ചു വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇത് അടച്ചിട്ട് ഒരു 15 മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതിയായിരിക്കും. ഈ ഒരു അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ 15 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയായിട്ട് കിട്ടും. റെഡിയായി കിട്ടിക്കഴിഞ്ഞാൽ ഇത് എടുക്കുമ്പോൾ സൂക്ഷിക്കണം. തുറന്നിട്ട് എന്തെങ്കിലും ഒരു തുണി വല്ലതും വെച്ച് സ്റ്റീം കയ്യിൽ വന്ന് അടിക്കാതെ സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ട്. 15 മിനിറ്റ് സ്റ്റീം ചെയ്ത് കഴിഞ്ഞൊന്ന് തണുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാനിതിനെ എടുത്തത്. നമുക്ക് നോക്കാം ഇത് റെഡി ആയിട്ടുണ്ടോയെന്ന്. നന്നായിട്ട് എല്ലാ സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നടുക്കുവശം നോക്കിയാൽ മതി. റെഡി ആയിട്ടില്ലെങ്കിൽ നടുക്കുവശം ഇങ്ങനെ വെള്ളം പോലെ കിടപ്പുണ്ടായിരിക്കും. സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമോ നടുക്ക് ഭാഗം നന്നായിട്ട് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. ഇനി ഇതിനെ നമ്മൾ പുറത്ത് വെച്ച് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൽ താഴെ വെച്ചിട്ട്. ഞാൻ സാധാരണ ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് എടുക്കാറുള്ളത്. ഒരു വൈകുന്നേരം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമുക്കിതിനെ അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുക്കാം. ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് സെറ്റായിട്ട് നമ്മുടെ കാരമൽ കസ്റ്റേർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു നൈഫ് വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊന്ന് വിടുവിച്ച് കൊടുക്കണം. നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇങ്ങനെ വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈസിലി പാത്രത്തിലോട്ട് വന്നോളും. ഇനി ഏത് പാത്രത്തിലാണോ ഇത് എടുക്കാൻ പോകുന്നത് അത് വെച്ചിട്ട് ഈ പാത്രം അടച്ചു കൊടുക്കുക. എന്നിട്ട് ഒറ്റ പ്രാവശ്യം പെട്ടെന്ന് കമത്തി കൊടുത്താൽ മതിയായിരിക്കും. ഇനി ഈ പാത്രം പതുക്കെ എടുത്ത് മാറ്റണം. നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കാരമൽ കസ്റ്റേർഡ് വന്നിട്ടുണ്ട്. ഇത് കാണുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റുള്ളൊരു കാരമൽ കസ്റ്റേർഡാണ്. ഉണ്ടാക്കിയിട്ട് നമുക്കൊരു ഫ്രിഡ്ജിലൊരു 3-4 ദിവസം വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു സോ മച്ച്.